നന്ദന്റെ ഓരോ ചുംബനത്തിലും പ്രണയത്തിന്റെ വീര്യം കൂടിയിരുന്നു. നന്ദന്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ പൂമ്പാറ്റയെപ്പോലെ തഴുകി. ദേവു ചുണ്ടുകൾ ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് പിടഞ്ഞു. കണ്ണുകൾ അടച്ചു കിടക്കുന്നവളെ ഇമജിമാതെ നോക്കുമ്പോൾ അതറിഞ്ഞ പോലെ ദേവുവിന്റെ ചുടികൾ വിരിഞ്ഞു. അവളുടെ പുഞ്ചിരി കണ്ടതും ആ ചുണ്ടിൽ നന്ദൻ അമർത്തി ചുംബിച്ചു. "ഞാനൊന്ന് ചോദിക്കട്ടെ?" ദേവു മെല്ലെ മിഴികൾ തുറന്നു. "ഉം. അന്ന് നന്ദേട്ടൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാരാ?" ദേവുവിന്റെ ചോദ്യം കേട്ടതും അവൻ ചമ്മലോട് ചിരിച്ചു. "നിന്നോട് അന്നേ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ചുമ്മാ തള്ളിയതാ. എനിക്കങ്ങനെ ആരോടും തോന്നിയിട്ടില്ല." "അത് നുണ." "സത്യം." വയറ് നിറയ്ക്കാൻ നെട്ടോട്ട് ഓടുമ്പോൾ എന്തു പ്രേമം! ഒറ്റൊരു പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവൻ നേരെ കിടന്നു. ദേവു വല്ലാതായി. "ഞാൻ വെറുതെ ചോദിച്ചതാ." "ഏയ്, അമ്മ പറയും അമ്മാവനൊരു മകൾ ഉണ്ടെങ്കിൽ അവളായിരിക്കും നിന്നെ വിവാഹം കഴിക്കുന്നതെന്ന്." "അങ്ങനെ മുഖം അറിയാത്ത ഒരു പെണ്ണിനെ സ്വപ്നം കാണാറുണ്ട്. അതൊക്കെ കൗമാരത്തിലാണുട്ടോ." ദേവുവിന്റെ മങ്ങിയ മുഖത്ത് ആയാസപ്പെട്ട് ഒരു ചിരി വിരിഞ്ഞു. വാശിയോടെ അവന്റെ നെഞ്ചിലേക്ക് കയറിക്കിടന്നു. മിഴികൾ അടച്ചു. "ഈ നെഞ്ചിൽ താൻ മാത്രം മതി. ഈ ഹൃദയതാളം താൻ മാത്രം കേട്ടാൽ മതി." അന്ധമായ പ്രണയം അവളെ സ്വാർത്ഥമാക്കി. നന്ദനെ ചുറ്റി വരിഞ്ഞു. ഉറക്കം നടിച്ചു. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. നന്ദനും കണ്ണുകളടച്ചു. ഇപ്പോൾ ഉച്ചമയക്കം പതിവായി. 2 ദിവസം അടുപ്പിച്ച് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്. നേരം തെറ്റിയ നേരത്തുള്ള ആഹാരവും പിന്നെ രാത്രി കഴിക്കാൻ വിശക്കുകയുമില്ല. പിന്നെ സംഗമങ്ങളാണ്. അതൊരു പരിധിയുമില്ലാതെ തുടർന്നു പോന്നു. രുചിക്കും തോറും കൊതി കൂടുന്ന ഒന്നാണ് ദേവു. അവളുടെ ചുണ്ടുകൾ തേൻ പോലെ മധുരമാണ്. ഉറങ്ങിക്കിടക്കുന്നവളുടെ ചുണ്ടിൽ നന്ദൻ മെല്ലെ തഴുകി. പ്രേമം വന്നപ്പോൾ സാഹിത്യവും നന്നായി വഴങ്ങുന്നുണ്ട്. നന്ദൻ ചിരിയോടെ ഓർത്തു. കണ്ണുകൾ അപ്പോഴും പാതി ചുണ്ടുകൾ വിടർത്തി കിടക്കുന്നവളിലാണ്. രാവിലെ ദേവു നേരത്തെ എഴുന്നേറ്റു. കോളേജിൽ പോവണം. നന്ദേട്ടന് ജോലിക്കും പോവണം. അരി കഴുകിയിടുന്ന സമയത്ത് നന്ദനും എഴുന്നേറ്റ് വന്നു. വന്നതേ പിറകിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ അമർത്തി ചുംബിച്ചു. താടി കൊണ്ടതും ദേവു കിളിയോടെ കഴുത്ത് ചരിച്ചു. നന്ദൻ ചിരിയോടെ മാറി. മുഖം കഴുകി വന്നതും ചായ ചൂടാക്കി കൊടുത്തു. കൂടെ കാബേജും കത്തിയും. അതും പിടിച്ച് ഒന്ന് നോക്കി. "പൊടിയായി, അരിഞ്ഞാൽ മതി." "ആ." അവൻ തലയാട്ടി. ദേവു അടുത്ത പണിയിലേക്ക് കടന്നു. നന്ദേട്ടന് നോൺ വെജ് വയ്ക്കാൻ നന്നായി അറിയാം. പക്ഷെ വെജ് തീരെ അറിയില്ല. ഒരു വിധത്തിൽ മോരുകറിയും കാബേജ് തോരനും ഒരുക്കി. ബൈക്കുള്ളതുകൊണ്ട് കുറച്ചു വൈകിയാണ് ഇറങ്ങിയത്. കവലയെത്തുമ്പോൾ പതിവ് പോലെ നീതു ആക്കിച്ചിരിച്ച് നിൽപ്പുണ്ട്. "പോട്ടെ." ദേവു ഹാൻഡിലിൽ നഖം കൊണ്ട് പിച്ചി പറിക്കുന്നുണ്ട്. നന്ദൻ പ്രണയത്തോടെ മൂളി. ദേവുവിന് പോവാൻ തീരെ താല്പര്യമില്ല. അത്രയും സമയം നന്ദന് പിരിയണ്ടേ? "പോയിട്ട് വാ ദേവൂട്ടി." നന്ദൻ കണ്ണു ചിമ്മി. ദേവു വിഷമത്തോടെ തലയാട്ടി തിരിഞ്ഞു നടന്നു. ബിസ്മി ബസ് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് നന്ദന്റെ നെറ്റി ചുളിഞ്ഞു. ദേവു അത് കണ്ടതും വേഗം സ്റ്റോപ്പിലേക്ക് ഓടി. നീതുവും ദേവും ബസ് കയറി മുന്നോട്ട് പോകുന്നത് നോക്കി നന്ദന് അങ്ങനെ തന്നെ തലചരിച്ചിരുന്നു. "നന്ദേട്ടാ, പോവണ്ടേ?" കണ്ണൻ വന്ന് ചുമലിൽ തട്ടിയപ്പോൾ നന്ദൻ നോട്ടം മാറ്റി. "ഈ ബസ് എന്തേ ഇങ്ങനെ പോണേ?" നന്ദന്റെ സ്വരത്തിൽ അമർഷം. "അവര് വൈകി, നമ്മളും വൈകി. അല്ലെങ്കിലും പൊതുവെ ബിസ്മിക്കാരുടെ ബസ് മൊത്തം അങ്ങനെയാ." കണ്ണൻ പറഞ്ഞു. നീ കേറ്." നന്ദൻ അസ്വസ്ഥതയോടെ ബൈക്ക് മുന്നോട്ടെടുത്തു. പണിക്ക് കയറുമ്പോൾ എന്തോ അവളെ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ കാണാൻ തോന്നുന്നു. കൂടാതെ രാവിലെ ബസ് പോയ പോക്കും. പാതി പണി നിർത്തി നന്ദൻ ഒരു മൂലയിലേക്ക് മാറി നിന്ന് ദേവുവിനെ വിളിച്ചു. എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു. "ഇല്ല. ഉള്ള ടെൻഷൻ കൂടി എന്ന് പറഞ്ഞാൽ പോരെ?" "നന്ദേട്ടാ, ആശാൻ വിളിക്കുന്നു." കണ്ണൻ ഓടി വന്നു. എന്തേ?" നന്ദൻ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. "എന്തേന്നാ? ചായ കുടിക്കണ്ടേ?" "ഓ, 10:30 ഫോൺ തൻ്റെ കവറിനടുത്ത് വെച്ച് കണ്ണനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് ഒരു ചെറിയ പെട്ടിക്കട. ചായ കുടിച്ച് കുറച്ചുനേരം ഇരിക്കാറുണ്ട്. എന്നാൽ നന്ദൻ ചായ കുടിച്ചു വന്നതും ഫോൺ എടുത്ത് നോക്കി. ദേവ് വിളിച്ചു എന്നറിയാൻ. "വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു മെസ്സേജ് ഉണ്ട്." "എന്താ നന്ദേട്ടാ?" "ഞാൻ ക്ലാസ്സിലാണ്. അത്യാവശ്യമാണോ?" "ഏയ്, ഒന്നുമില്ലടാ. ചുമ്മാ നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ തോന്നി." നന്ദൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് തിരിഞ്ഞു. കണ്ണൻ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. "എന്താടാ?" "അല്ല, എന്താ ഒരു ഇളക്കം? ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു." "ആണോ? നന്നായി." നന്ദൻ അവനെ തട്ടിമാറ്റി നടന്നതും ഫോണിൽ കോൾ വന്നു. നോക്കിയപ്പോൾ ദേവു. "എന്താ നന്ദേട്ടാ?" ഫോൺ എടുത്തതും ചോദ്യം. "ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ട്." നന്ദേട്ടൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ദേവു പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു. "കള്ളി, ഞാൻ ചുമ്മാ." "എന്തോ നിന്റെ ശബ്ദം കേൾക്കാൻ തോന്നി." നന്ദൻ എല്ലാവരിൽ നിന്നും മാറി നിന്നു. ഇപ്പോൾ കേട്ടില്ലേ?" കേട്ടു കേട്ടു. പൊക്കോ, ക്ലാസ് മിസ്സാക്കണ്ട." ശരിയെന്നാ." ദേവു ചിരിയോടെ കട്ടാക്കിയതും നീതു അവളെ തന്നെ ഉറ്റുനോക്കി.
എന്താടി ദേവു, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു, വെറുതെ ഇരുന്ന് ചിരിക്കുന്നു. സത്യം പറ, ഈ 2 ദിവസത്തിനുള്ളിൽ എന്താ സംഭവിച്ചത്? നീതു രണ്ടിടുപ്പിലും കൈകുത്തി അവളെ സംശയത്തോടെ നോക്കി. ദേവു നാണം കലർന്ന ചിരിയോടെ മുഖം താഴ്ത്തി. ഞങ്ങള് നിങ്ങള് ഞങ്ങൾ ദേവു പറഞ്ഞു. ദേ, ചെപ്പ നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. കാര്യം പറയടി ഉണ്ടപ്പക്രു, നീതു പറഞ്ഞു. ദേവു പിന്നെയും ചിരിച്ചു. ഞങ്ങളെല്ലാം കൊണ്ടും ഭാര്യാഭർത്താക്കന്മാരായി. ദേവു വീണ്ടും മുഖം താഴ്ത്തി. നീതുവിൻ്റെ നീളമുള്ള കണ്ണുകൾ വികസിച്ചു. സത്യാണോ? കള്ളി, വെറുതെ അല്ല ചിരിച്ചോണ്ട് നടക്കുന്നേ. അത് മാത്രമല്ല, ഞാനാളെ സ്നേഹിച്ച കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ടെന്താ, ഉണ്ടായിരുന്ന ഇഷ്ടം കൂടി എല്ലാം കൊണ്ടും. അമ്പടി കള്ളത്തി, എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. നീ എൻ്റെ മനസാക്ഷിയല്ലേ, തനിയെ കണ്ടുപിടിക്കുമെന്ന് കരുതി. നല്ല ന്യായം തെണ്ടി. നീതു ദേവുവിൻ്റെ തോളിൽ നല്ലൊരു കടി കൊടുത്തു. പണി തീർന്നതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഇനി അടുത്ത പണി കുറച്ച് ദൂരെയാണ്. എങ്ങനെ പറയും ദേവുവിനോട്? മാത്രമല്ല, അവളെ തനിച്ചാക്കി പോവാനും പറ്റില്ല. ആശാനെ, ഞാൻ വരണോ? ബെസ്റ്റ്. മെയിനില്ലാതെ എങ്ങനെയാടാ? അതല്ല, അവള് തനിച്ചാവില്ലേ? ഞാൻ എവിടെ കൊണ്ടാക്കും? നന്ദൻ അതും പറഞ്ഞ് പെട്ടിക്കടയിൽ നിന്ന് ഒരു ചായ വാങ്ങി. എൻ്റെ വീട്ടിൽ ആക്കാമെടാ. അവിടെ അവളും മക്കളും മാത്രമല്ലേ ഉള്ളൂ. നന്ദൻ കുറച്ചു നേരം കൂടി ആലോചിച്ചു നിന്നു. ഞാൻ പണം മുന്നിൽ കണ്ട് പറയല് നന്ദ. ഇപ്പോൾ നിന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. നന്ദൻ വല്ലായ്മയോടെ മൂളി. ഒരാഴ്ച പണി കളഞ്ഞ് വീട്ടിലിരുന്ന് എത്ര രൂപയാ നഷ്ടം? ഒരു കുടുംബം കഴിയണ്ടേ? അവളുടെ വളയെടുത്ത് കൊടുക്കണ്ടേ? സൊസൈറ്റിയിൽ നിന്ന് ആധാരം എടുക്കണ്ടേ? ആശാൻ ഓരോന്ന് പറയുമ്പോൾ നന്ദൻ്റെ മനസ്സിലും അതേ ചിന്ത വന്നു. കുറച്ചു നാളല്ലേ പറ്റണം. വൈകുന്നേരം കവലയിൽ പോയി നിൽക്കുമ്പോൾ നന്ദൻ്റെ മനസ്സിൽ ദേവുവിനോട് ഇത് എങ്ങനെ പറയും എന്നായിരുന്നു ചിന്ത. ടോ, ദേവു അടുത്തു വന്ന് ഉറക്കെ പറഞ്ഞതും നന്ദൻ ഞെട്ടലോടെ തല ഉയർത്തി. അവളെ കണ്ടതും പ്രണയത്തോടെ ഭംഗിയായി ചിരിച്ചു. പോവാം, നന്ദൻ പറഞ്ഞു. ദേവു തലയാട്ടി കയറിയിരുന്നു. ഇടയ്ക്ക് തിരിഞ്ഞ് നീതുവിന് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഇതെന്താ മുഖം വല്ലാതെ? ദേവു കണ്ണാടി കൂടി നോക്കി. എന്ത്? നന്ദൻ നെറ്റി ചുളിച്ചു. എന്തോ ഉണ്ട്. ദേവു അവൻ്റെ വയറിലൂടെ ചുറ്റി വരിഞ്ഞു. ഒന്നുമില്ലടി. അവളുടെ കൈക്കുമേൽ കൈവച്ച് പറയുമ്പോൾ നാരായണൻ്റെ ബൈക്ക് എതിരെ വരുന്നുണ്ടായിരുന്നു. നന്ദൻ കൈവിട്ടില്ല. ദേവു ആണേൽ കണ്ടതുമില്ല. നാരായണൻ മുഖം തിരിച്ചു. ചായ കുടിക്കുമ്പോഴും നന്ദൻ്റെ മുഖത്ത് തെളിച്ചമില്ല. നന്ദേട്ടന് എന്താ പറ്റിയേ? ദേവു അവൻ്റെ തോളിൽ കൈവച്ച് അടുത്തേക്കിരുന്നു. നന്ദൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ ഇങ്ങനെ നോക്കണേ? നീ കോളേജിൽ പോയാൽ തന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ കോപ്പ്. കാര്യം പറ, ദേവു പറഞ്ഞു. നാളെ വൈകുന്നേരം കോഴിക്കോട് പോകണം. മറ്റന്നാൾ മുതൽ അവിടെയാ പണി. ഒരാഴ്ചത്തെ പണിയുണ്ട്. നന്ദൻ അവളുടെ മുഖത്തെ ഭാവം അറിയാനായി കാത്തിരുന്നു. ദേവുവിൻ്റെ മുഖത്തെ തെളിച്ചം നിലച്ചു. പിന്നെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരാഴ്ചത്തെ കാര്യമല്ലേ, നന്ദേട്ടൻ ധൈര്യമായി പോയിട്ട് വാ. ദേവു ചിരിച്ചു. ഞാൻ പോയാൽ ഞാൻ അല്ല, നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞതാ. അപ്പം ആശാൻ പറഞ്ഞു ആശാൻ്റെ വീട്ടിൽ ആക്കാൻ. പിന്നെ ഈ കടമൊക്കെ ഓർക്കുമ്പോൾ. പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ പോവില്ലാട്ടോ. അയ്യേ, ഒരാഴ്ചയല്ലേ നന്ദേട്ട, പെട്ടെന്ന് പോവും. ആശാൻ്റെ വീട്ടിലല്ലേ, ഞാൻ പോയി നിന്നോളാം. നന്ദേട്ടൻ ധൈര്യമായി പോയിട്ട് വാ. നന്ദൻ പിണക്കത്തോടെ മുഖം തിരിച്ചു. എന്തേ? ദേവു അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു. അപ്പോൾ ഞാൻ പോകുന്നതിൽ നിനക്ക് വിഷമമില്ലേ? ഇല്ലാതെ പിന്നെ. പക്ഷെ വിഷമം നോക്കിയിരുന്നാൽ കടം തീരോ? നന്ദേട്ടനെ സഹായിക്കാൻ എനിക്ക് കൂടി ഒരു ജോലിയില്ല. ദേവു സങ്കടത്തോടെ മുഖം താഴ്ത്തി. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്തോ നിന്നെ വിട്ടിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ചങ്കിടിക്കുന്നു. നന്ദൻ വലം കൈകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അന്ന് രാത്രി മതിവരാതെ രണ്ടാളും പരസ്പരം പ്രണയിച്ചു. ക്ലോക്ക് പോലും സമയം തെറ്റിക്കൊണ്ട് കറക്കം നിർത്തി. നന്ദനും ദേവും ഉന്മേഷത്തോടെ പ്രണയിക്കുന്ന തിരക്കിലും. പിറ്റേന്ന് ദേവു ലീവാക്കി. വൈകുന്നേരം 7 മണിയോടെ നന്ദൻ പുറപ്പെടാൻ തയ്യാറായി. ഒരുക്കി വെച്ച ബാഗെടുത്ത് തോളിലേക്കിട്ടു. ദേവു നിറഞ്ഞ് പുഞ്ചിരിച്ചു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ചുംബിച്ചു. നാളെ നേരത്തെ ആശാൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. ഞാൻ വേഗം വരാം. ദേവു തലയാട്ടി. അവൾ അവൻ്റെ ഇരുകവിളിലും ചുംബിച്ചു. അവൻ കൈവിട്ട് വേഗം തിരിച്ചിറങ്ങി. നന്ദന് നെഞ്ചിൽ അടക്കാനാവാത്ത സ്ഫോടനം. ശ്വാസം മുട്ടുന്ന പോലെ കണ്ണൊക്കെ നിറയുന്നു. തോടിൻ്റെ അപ്പുറത്ത് എല്ലാവരും വന്ന ഓട്ടോ വെയിറ്റ് ചെയ്തു. നന്ദേട്ട, കണ്ണൻ്റെ ഉറക്കെയുള്ള വിളി കേട്ട് നന്ദൻ ദേവുവിനെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി തലയാട്ടി. ദേവും പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ തോട് കടന്ന് ഓട്ടോയിൽ കയറുന്നവരെ ദേവു ഉമ്മർത്ത് തന്നെ നിന്നു. ഓട്ടോ പാലം കഴിഞ്ഞ് കടന്നതും ദേവു ആപത്തി കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി. വളവ് തിരിയും മുമ്പ് നന്ദൻ കണ്ടിരുന്നു കരച്ചിലോടെ ഓടുന്നവളെ. ഓട്ടോയിലേക്ക് ചാരിയിരുന്ന് അവനൊന്ന് നെടുവീർപ്പിട്ടു.
ദിനേശിന്റെ മുഖത്തും വലിയ തെളിച്ചമില്ല. നന്ദൻ മിഴികൾ അടച്ചിരുന്നു. ദിനേശിന്റെ മനസ്സ് കുറച്ചു മുമ്പ് വരെയുള്ള നിമിഷങ്ങളിൽ ഉഴറി നിന്നു. വീട്ടിൽ വന്ന സ്നേഹയുടെ അമ്മയും സ്നേഹയും മാറി നിന്ന് സംസാരിച്ചത്. ദിനേശിനെ കല്യാണം കഴിച്ചതുകൊണ്ട് അവന് നിന്നെ ആക്കിയിട്ട് പോവാൻ ഒരു കുടുംബമുണ്ട്. നിന്റെ വാക്ക് കേട്ട് ആ നന്ദനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ ആ പെണ്ണ് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടേണ്ടി വന്നേനെ. മാത്രമല്ല ആ കൊച്ചിനെ ഈ ആഴ്ച അവ എവിടെയാക്കും? അതാണ് പറഞ്ഞത്, മൂത്തവർ പറയുന്നത് അനുസരിക്കാൻ. മുറിയിലേക്ക് കയറാൻ നിന്ന ദിനേശ് അവിടെ തന്നെ നിന്നു. കേട്ടത് ഉറപ്പല്ലേ? തൻ്റെ തോന്നലല്ല, നന്ദൻ തന്നെയാണ്. സ്നേഹ കല്യാണത്തിന് മുമ്പേ മനസ്സിൽ കൊണ്ട് നടന്നത്, പ്രാണിനെ തുല്യം സ്നേഹിച്ചത്. ദിനേശ് വിറയലോടി ചുമരിലേക്ക് ചാരി കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെയും അവിടെ നിന്ന് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ദിനേശിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ബാഗെടുത്ത് ആരോടും യാത്ര പോലും ചോദിക്കാതെ ഇറങ്ങി. അവൻ തൻ്റെ അടുത്തിരിക്കുന്ന നന്ദനെ നോക്കി. കണ്ണുകൾ അടച്ച് ചാരിയിരിക്കുകയാണ് അവൻ. എവിടെയോ ഒരു അസൂയ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. അതും വെട്ടിമാറ്റാൻ കഴിയാത്ത വിധം വളർന്നു വരുന്നത് അവനറിഞ്ഞു. താൻ പോകുന്നതിൽ കരഞ്ഞുപോയ പെണ്ണിനെ ഓർക്കുകയായിരുന്നു നന്ദൻ. വിഷമമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ പോയതും കരഞ്ഞോടി. ചങ്കിലാകെ ഒരു ഭാരം. അതിനിടയ്ക്ക് ഓട്ടോയിൽ വെച്ച് പാട്ടും കൂടിയായപ്പോൾ ഏതോ പഴയ സിനിമയിലെയാണ് മോഹൻലാലിൻ്റെ. നന്ദൻ സമാധാനം വരാതെ എഴുന്നേറ്റിരുന്നു. ദേവ് ബെഡിൽ കിടന്ന് കരഞ്ഞു. മൂക്കിന് കുറുകെ കണ്ണീരൊലിച്ചു. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റത്. വിചാരിച്ച പോലെ നന്ദേട്ടനാണ്. നന്ദേട്ട, സ്വരം അടഞ്ഞു പോയിരുന്നു. സ്റ്റേഷനെത്തി. ടിക്കറ്റ് എടുത്തോ? ഞാൻ പോണു ദേവു. നന്ദൻ്റെ സ്വരവും ഇടറിയിരുന്നു. അകലെ ആ വീട്ടിൽ തൻ്റെ പെണ്ണ് തനിച്ചാണ്. പോയിട്ട് വാ നന്ദേട്ട, വയ്ക്കട്ടെ. നന്ദൻ ഫോണ് കട്ടാക്കി. ദേവ് കണ്ണുകൾ തുടച്ചു. ഇനിയും സംസാരിച്ചാൽ കരഞ്ഞു പോവും. പോവണ്ടെന്ന് പറഞ്ഞു പോവും. നന്ദൻ ഇല്ലാതെ ആ മുറിയിൽ അതേ പുതപ്പ്, തലയണ. ദേവു അതിലേക്ക് മൂവമർത്തി ആഞ്ഞു ശ്വസിച്ചു. നന്ദൻ്റെ വിയർപ്പ് മണം. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ മടി തോന്നിയവൾക്ക് ചോറും കറിയുമെല്ലാം മെല്ലെയാണ് വെച്ചത്. കോളേജിൽ പോകാനും വൈകി. രാവിലെ ഒരിക്കലേ നന്ദൻ വിളിച്ചുള്ളൂ. തിരിച്ചു വന്നത് വീട്ടിലേക്കാണ്. അവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല. ചായ വെച്ച് മെല്ലെ ഉമ്മർത്ത് വന്നിരുന്നു. സൈക്കിളിൻ്റെ ബെല്ലടി കേൾക്കുന്നുണ്ട്. ദേവു ഒന്ന് എഴുന്നേറ്റ് നിന്നു. മീൻ വേണ്ടേ മോളെ? അയാൾ പഠിക്കൽ തന്നെ സൈക്കിൾ നിർത്തി. വേണ്ട ഏട്ടാ, നന്ദേട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയി? കോഴിക്കോട്, അവിടെ പണിയുണ്ട്. അപ്പോൾ മോളോ? ഞാനാ ധർമ്മരാജില്ലേ, അവരുടെ ആശാൻ, അയാളുടെ വീട്ടിൽ പോവും. നോക്കിയിരിക്കും മോളെ, കാലം വല്ലാത്ത കാലമാ, അയാൾ ഗൗരവത്തോടെ പറഞ്ഞ് സൈക്കിൾ ചവിട്ടി. ദേവി അവിടെ തന്നെ നിന്നു. എന്തോ ഇത്ര നേരം നന്ദേട്ടൻ പോയ വിഷമമായിരുന്നെങ്കിൽ ഇപ്പോൾ തനിച്ചായ ഭയം തോന്നി. ഇരുട്ട് വരും മുമ്പ് ആശാന്റെ വീട്ടിൽ പോകണം. തിരിഞ്ഞു നടന്ന് വേഗത്തിൽ പണിയൊരുക്കി. അരമണിക്കൂർ കഴിഞ്ഞതും വീട്ടുമുറ്റത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ടു. ദേവുവിൻ്റെ നെഞ്ചിലൊരു കൊള്ളിയം മിന്നി. ഉമ്മറത്തേക്ക് പോവാൻ ഭയം തോന്നി. മോളെ, ദേവു. അമ്മയുടെ വിളി കേട്ടപ്പോൾ ദേവുവിൻ്റെ കാലുകൾ വേഗത്തിൽ ഉമ്മറത്തേക്ക് ചെന്നു. അമ്മയും അച്ഛനും. അച്ഛൻ ബൈക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. അമ്മ ഉമ്മറത്തും. എന്താ മോളെ കേൾക്കുന്നേ? എന്താ അമ്മേ? നന്ദൻ കോഴിക്കോട് പോയേക്കാണോ? നിന്നെ ഇവിടെ തനിച്ചാക്കി? ഓ, അതാണോ? നിനക്ക് നിസ്സാരം. ആ മീൻകാരൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവൻ അങ്ങ് പോയി. പെണ്ണിനെ ഒറ്റയ്ക്ക് ഇട്ടേച്ചു പോവാൻ എങ്ങനെ തോന്നി അവന്? അതിനിപ്പോൾ എന്താ? മാത്രല്ല, ഞാൻ ആശാൻ്റെ വീട്ടിലേക്ക് പോവും. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. നീ വരാൻ നോക്ക്. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഒരാഴ്ച അവിടെ നിൽക്കാം. എന്തിന്? എന്നെ ആ പടി കയറേണ്ടെന്നാ പറഞ്ഞേക്കുന്നേ. ദേവു അച്ഛനെ പാളി നോക്കി. വരാൻ നോക്ക് മോളെ, തനിച്ച് ഇവിടെ വേണ്ട. നന്ദൻ വരുമ്പോൾ കൊണ്ടുവിടാം. അല്ലെങ്കിൽ തന്നെ നിന്റെ വീടല്ലേ, എപ്പോൾ വേണമെങ്കിലും വരാം, നാരായണൻ പറഞ്ഞു. വാ മോളെ, നീ എവിടെയെങ്കിലും പോയി നിന്നാൽ അച്ഛനും അമ്മയ്ക്കും സമാധാനമുണ്ടാവില്ല. അമ്മ കുറേ കെഞ്ചിയപ്പോൾ ദേവ് സമ്മതം മൂളി. പുറകെ ദർശനം വന്നു. എല്ലാം ഒതുക്കി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഡോർ പൂട്ടി ഇറങ്ങുമ്പോൾ നന്ദൻ്റെ ഒരു പുതപ്പ് എടുത്തു. എന്തായി ആശാനെ? നന്ദൻ ചായ ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ചു. അവിടെ എത്തിയിട്ടില്ലടാ. ഇല്ലേ? നന്ദൻ വേഗം ഫോൺ എടുത്തു. ഇവിടെ വന്നപ്പോൾ മുതൽ പണിയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അവിടെ വിട്ടിട്ട് വരാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ സമയം 5:30 കഴിഞ്ഞു. നന്ദൻ്റെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. വേഗം ഫോണെടുത്ത് വിളിച്ചു. എടുക്കുന്നില്ല. ഈ സമയം പൂട്ടിയ വീടിനുള്ളിൽ കിടന്ന് ദേവുവിൻ്റെ ഫോണ് ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ വീട്ടിൽ വീണ്ടും എത്തിയ സന്തോഷത്തോടെ അവളുടെ കണ്ണ് നിറഞ്ഞു. വാടിക്കുരുപ്പേ, ദർശൻ പറഞ്ഞു. ദേവു കണ്ണു തുടച്ചു നോക്കുമ്പോൾ അച്ഛനും അമ്മയും പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. കാലൊന്നിടറി. വീണ്ടും ആ പടി കയറുമ്പോൾ ദേവു കരച്ചിലോടെ തൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ നന്ദൻ ടെൻഷനോടെ അവളുടെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു.